ഗൈസ് ചിക്കനൊക്കെ വന്ന് ഭയങ്കര ഒരു പണി കിട്ടിയിട്ടിരിക്കും. ആദ്യം തന്നെ വന്ന് 399 ഓഫർ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് വന്നു, അത് ഇല്ലായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും കുടിക്കുന്ന ഒരു മാംഗോ മിൽക്ക് എപ്പോഴും കഴിക്കുന്നതാണ്. ഗ്ലാസ് ഒക്കെ മാറ്റി ഓക്കെ, ഗ്ലാസ് മറ്റേ ജാർ ഗ്ലാസ് ആയിരുന്നു, ക്വാണ്ടിറ്റി കുറച്ചുകൂടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഫോൺ ഗ്ലാസ്സിൽ തന്നിട്ട് ഇതിൻ്റെ ദിവിടം വരെ പാതയാണ്. ദിവിടം വരെ പാതയാണ്. താഴത്തെ ഒരു ഇച്ചിരി ജ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ച്. ഇത്രയും പാതയാണ്. 129 രൂപ ഈ പതയ്ക്ക് വേണ്ടി ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അന്നേരം അവർ വരുമ്പോൾ പറഞ്ഞു നോക്കണം, സ്റ്റാഫ് വരുമ്പോൾ പറഞ്ഞു നോക്കണം, കസ്റ്റമേഴ്സിന് ഇങ്ങനെ പറ്റിക്കരുതല്ലോ. നമുക്ക് ഇത്രയും പതയാണ് ഗ്ലാസ്സിൽ, ഇത്രയും പതയാണ്, ഇത്രയും പതയാണ്, ഇവിടുന്ന് ഇത്രയും. താഴത്തെ താഴത്തെ ഇച്ചിരി ജ്യൂസ് ഉണ്ടായിരുന്നത് താഴത്തെ കിട്ടും, ബാക്കി പതയായി. പതയ്ക്കാണ് നമ്മൾ ഇത്രയും കൊടുക്കുന്നത്. പതയായി ഓൾറെഡി ചിക്കൻ വന്നു. ഇപ്പം 2 ഡിപ്പും 12 പീസ് ചിക്കനും കൂടെ 499 രൂപയാക്കി. പണ്ടത്തെ ഓഫർ ഇല്ല, വെനസ്ഡേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും ചിക്കൻ കിലോട്ട് ഇനി വരണ്ട. 399 ഓഫർ ആയിട്ട് ആക്കിയിരിക്കുന്നു. KFC മാത്രമേ ഉള്ളൂ. അത് നല്ല ഓഫറായിരുന്നു, നല്ല വർത്താനം. 15 പീസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു അല്ല 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഓഫർ. പിന്നെ ഞാൻ ആ സാധനം ജ്യൂസ് ചെയ്യാൻ കൊടുത്തു, ഇത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർക്ക് വലിയ അന്യായമല്ലേ, അത്ര പതയ്ക്ക് നമ്മൾ 130 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം. നമുക്ക് നമ്മുടെ ക്യാഷ് നമ്മൾ വാല്യൂ കൊടുക്കണം. ഇങ്ങനെയൊക്കെ അവർ തരുമ്പോൾ നമ്മളത് പറയണം, അവർ മാറ്റി തരും. എത്ര വലിയ ട്രസ്റ്റഡ് ആയിട്ടുള്ളതല്ലോ, നല്ലൊരു കമ്പനിയല്ലേ. എവിടെയാണല്ലോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമില്ലെങ്കിൽ നമ്മളത് പറയും. അത് മാറ്റിക്കൊണ്ട് തന്നിട്ടും 3/4 ഭാഗം പറഞ്ഞ ഒരു 1/4 ഭാഗം ഞാൻ 1/4 ഭാഗം നേരത്തെ കുടിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും 1/4 ഭാഗം പറഞ്ഞു. ബാക്കി ജ്യൂസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ.